സരിൻ സ്ഥാനാർത്ഥിയായതിനു ശേഷമുള്ള ആദ്യത്തെ റോഡ് ഷോ ഒരുപക്ഷെ പാലക്കാട് കണ്ട ഏറ്റവും ജനപങ്കാളിത്തമുള്ള ഒരു റോഡ് ഷോ ആയിരുന്നു. അതിൽ നിന്ന് ഇന്ന് ഈ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ എത്രയോ കരുത്തനായി മാറിയിരിക്കുന്നു പി സരിനും അവിടെ LDFും എന്നുള്ളത്. ഇപ്പോൾ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ കുട്ടന് നിൽക്കുന്ന പരിസരത്തേക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുകയാണ്. വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ പി സരിന് കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ ഘടകമില്ലേ? അതിൻ്റെ ഒരു വേവലാതി ഈ പറയുന്നത് പോലെ UDF കേന്ദ്രങ്ങളിലുണ്ട്, BJP കേന്ദ്രങ്ങളിലുണ്ട്. BJPയും UDFും തമ്മിലാണ് മത്സരം എന്ന് പറയാൻ നിർബന്ധിതമാവുന്നു VD സതീശനെ പോലുള്ളവർ. അതേസമയം K മുരളീധരൻ പറയുന്നു LDFും UDFും തമ്മിലാണ് മത്സരമെന്ന്. അതിൽ പോലും ഭിന്നത നിലനിൽക്കുകയാണ് UDFിൽ. കോൺഗ്രസിനകത്ത് UDF എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നമുക്കറിയാം. VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം, അവരാണ് ഷാഫി പറമ്പിൽ, അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ഒരു ടീം, അവരെക്കുറിച്ച് തന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചായിരുന്നു നേരത്തെ തന്നെ പാർട്ടി വിട്ടുപുറത്തു വന്ന നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത്. അവരുടെ ധാർഷ്ട്യം, അതോടൊപ്പം തന്നെ BJPയോടുള്ള ഒരു സൗഹാർദ്ദപൂർണ്ണമായ ഇടപെടൽ, അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു സജീവമായ ചർച്ചാ വിഷയമായി മണ്ഡലത്തിൽ ഉയർന്നു വന്നിരുന്നത്. നമുക്കറിയാം ദൃശ്യങ്ങളിൽ ഒരുപാട് പേര് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് പേര് ഇവിടേക്ക് എത്തുന്നുണ്ട്. നമുക്ക് ചോദിക്കാം അവരോട്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന്റെ റോളൊക്കെ? തെരഞ്ഞെടുപ്പ് 100% സരിൻ ജയിക്കും. പ്രാവശ്യം പാലക്കാട് തിരിച്ചു പിടിക്കും. അങ്ങനെ പറയാനുള്ള കാരണം സ്ഥാനാർത്ഥിയുടെ വിദ്യാഭ്യാസ യോഗ്യത പ്രധാന പ്രശ്നമാണ്. വ്യക്തിപരമായിട്ട് കുറേ വോട്ടുകൾ കിട്ടും. അതുപോലെ നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകളുടെ വോട്ട് നമുക്ക് കിട്ടും. ചിഹ്നം ഇല്ലാത്തത് കൊണ്ട് അതൊരു പ്ലസ് പോയിൻ്റായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എന്തായാലും ഞങ്ങളുടെ അന്വേഷണത്തിൽ പ്രചരണത്തിലൊക്കെ നമ്മൾ നോക്കിയപ്പോൾ സരിൻ 100% ജയിക്കാനാണ് സാധ്യത. മണ്ഡലം തിരിച്ചു പിടിക്കും. തീർച്ചയായും തിരിച്ചു. BJPയുടെ ഭരണത്തിനെതിരെയും കോൺഗ്രസിൻ്റെ ഷാഫി പറമ്പലിനെതിരെയുള്ള ഒരായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും. എന്തായാലും സരിൻ വരും. ഓക്കെ, സരിൻ വരും. ഒരുപാട് ആളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്താണ് ഈ പ്രചരണ രംഗത്ത് ശ്രദ്ധിച്ചിരുന്നോ തെരഞ്ഞെടുപ്പിന്റെ? എങ്ങനെയാണ് ജനങ്ങളുടെ വോട്ട് ചോദിച്ചൊക്കെ പോകുമ്പോൾ സാധാരണക്കാരുടെ ജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? സാധാരണക്കാരുടെ ഇടയിൽ നല്ല അംഗീകാരമുണ്ട്. ഡോക്ടർ സരിന് നല്ല അംഗീകാരമുണ്ട്. ജയിക്കും, പാലക്കാട് ജയിക്കും.